2021 പ്രളയത്തിൽ തകർന്ന മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ വെള്ളനാടി വള്ളക്കടവ് പാലം പുനർനിർമ്മിക്കുന്നതിന് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,40 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA നിർവഹിച്ചു. തന്നെ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയുമായിരുന്നു 2021 ഒക്ടോബർ 16 പ്രളയം. ആ പ്രളയം കൂട്ടിക്കലിനെയും മുണ്ടക്കയത്തെയും എരുമേലിയെയും പൂഞ്ഞാറിനെയും ഈരാറ്റുപേട്ടയും ഒക്കെ തകർത്ത ഒന്നായി മാറി. അതിൽ ഏറ്റവും അധികം ആഘാതമുണ്ടായത് കൂട്ടിക്കലും മുണ്ടക്കയത്തുമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാലങ്ങൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ വീടുകൾ, ഏതാനും സഹോദരങ്ങളുടെ ജീവൻ വരെ നമുക്ക് നഷ്ടപ്പെടാനിട വന്നു. ഒരു ഗവൺമെൻറ് വലിയ ഇച്ഛാശക്തിയോടുകൂടി നല്ല ഇടപെടലോടുകൂടി നമ്മൾ ആ കാര്യങ്ങളെല്ലാം പുനരുദ്ധരിച്ചു, പുനരധിവസിപ്പിച്ചു, എല്ലാം തന്നെ പുനഃക്രമീകരിച്ചു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്, മുമ്പ് നഷ്ടപ്പെട്ടതെല്ലാം, മനുഷ്യജീവൻ ഒഴികെ നഷ്ടപ്പെട്ടതെല്ലാം 10 മടങ്ങ് മികവോടെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു. കൂട്ടിക്കലൊക്കെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ റോഡുകളും നമുക്ക് BMBC നിലവാരത്തിൽ, അത് കൂട്ടിക്കൽ മുണ്ടക്കയം കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്കാട് റോഡാണെങ്കിലും അതിപ്പോൾ വാഗമണ്ണിലേക്ക് നമ്മൾ ദീർഘിപ്പിച്ച് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചോലത്തടം കാവാലി റോഡാണെങ്കിലും കൂട്ടിക്കൽ പ്ലാപ്പള്ളി റോഡാണെങ്കിലും ഏന്തയാർ മാത്തുമല റോഡാണെങ്കിലും എല്ലാ റോഡുകളും, അതുപോലെ പാലങ്ങൾ, ഇളങ്കാട് പാലം നമ്മൾ പുനർനിർമ്മിച്ചു, മുക്കളം പാലം നമ്മൾ പുനർനിർമ്മിച്ചു, മ്ലാക്കര പാലം പുനർനിർമ്മിച്ചു, മൂപ്പന്മല പാലം പുനർനിർമ്മിച്ചു, കൊക്കയാർ പാലം പുനർനിർമ്മിച്ചു, തകർന്ന എല്ലാ പാലങ്ങളും പുനർനിർമ്മിച്ചു. മുണ്ടക്കയത്തേക്ക് വന്നാൽ കീച്ചമ്പാറ പാലം പുനർനിർമ്മിച്ചു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ വെള്ളനാടി വള്ളക്കടവ് പാലം മാത്രം, ഞാൻ മുമ്പ് പറഞ്ഞ പാലങ്ങളും റോഡുകളും എല്ലാം മാസങ്ങളും വർഷങ്ങളും മുമ്പ് തന്നെ നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. ദൗർഭാഗ്യവശാൽ നമ്മുടെ വെള്ളനാടി വള്ളക്കടവ് പാലം മാത്രം ഇത്രയേറെ വൈകാനിടയായി. അക്കാര്യത്തിൽ ഒരു നിലയിലുമുള്ള പ്രിയപ്പെട്ട രേഖാദാസ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, പ്രിയപ്പെട്ട പ്രദീപ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു, MLA എന്നുള്ള നിലയിൽ അന്നും ഇന്നും ഞാൻ തന്നെയാണ്. ഇതിലൊന്നും ഞങ്ങൾ ആരുടെയും ഭാഗത്ത് ഏതെങ്കിലും ഒരു അലംഭാവമോ ഉദാസീനതയോ ഉണ്ടായിട്ടല്ല, മറിച്ച് സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങളാണ്. കാരണം ഇതിന് വാർഡ് മെമ്പർ രേഖാദാസ് അധ്യക്ഷത വഹിച്ചു. ഹാഡ്സൺ മലയാളം എസ്റ്റേറ്റ് മാനേജർ മനോജ്, പൊതുപ്രവർത്തകരായ PK പ്രദീപ്, മോളി ദേവസ്യ, CV അനിൽകുമാർ, KN സോമരാജൻ, രവീന്ദ്രൻ, ബിനോയി തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലം പ്രളയത്തിൽ തകർന്നതിനെ തുടർന്ന് തോട്ടം തൊഴിലാളികളും വിദ്യാർത്ഥികളും അടക്കമുള്ള പ്രദേശവാസികൾ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് യാത്ര ചെയ്തിരുന്നത്. MLA ആസ്തി വികസന ഫണ്ടിന്റെ തുക ഉപയോഗിച്ച് ഭാഗികമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിയമപരമായി തടസ്സമുണ്ടായതിനാൽ അത് പരിഹരിക്കുന്നതിന് സർക്കാരിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് MLA അറിയിച്ചു. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലം തുറന്നുകൊടുക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ഈ പാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ 2021 പ്രളയത്തിൽ തകർന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രധാന പാലങ്ങളും പുനർനിർമ്മിക്കുവാൻ കഴിഞ്ഞു. നിർമ്മാണം പൂർത്തീകരിച്ച ഏന്തയാർ മുക്കുളം പാലവും ഇളങ്കാട് ടൗൺ പാലവും ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നും MLA അറിയിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.